ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 97. തണുക്കുന്നു. വൈശാഖിക്ക് സ്വെറ്റർ ഇട്ടിട്ടും വല്ലാതെ തണുക്കുന്നുണ്ടായിരുന്നു. വെള്ള നിറത്തിലുള്ള ബണ്ണിയർ ഹുഡിയുള്ള ലോങ് സ്ലീവ് സ്വെറ്ററിൽ പെണ്ണിൻ്റെ മുഖം മാത്രമേ പുറത്തേക്ക് വെളിവായിരുന്നുള്ളൂ. റൂമിൽ പോയിരുന്നോ എന്ന് മഹാദേവൻ പറഞ്ഞിട്ടും അവൾ പോകാൻ കൂട്ടാക്കാതെ അടുക്കളയിലെ കസേരയിൽ തന്നെ ഇരുന്നു. മഹാദേവൻ ദോശ ചുടുന്നതും നോക്കി. കറണ്ടൊന്ന് വന്നാൽ മതിയായിരുന്നു. എമർജൻസി ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രം കാണാൻ പറ്റുന്ന അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് നോക്കി അവൾ പേടിയോടെ പറഞ്ഞു, നോക്കിയിരുന്നോ, ഇപ്പം വരും. മഴ കുറഞ്ഞില്ലേല് 1-2 ദിവസത്തേക്ക് ഇനി കറണ്ട് നോക്കണ്ട. ദോശ ചുട്ടെടുത്ത് ഹോട്ട് ബോക്സിലേക്ക് വെക്കുന്നതിനിടയിൽ അവൾക്കുള്ള മറുപടി മഹാദേവൻ കൊടുത്തു. 2 ദിവസമോ? നമ്മളപ്പോൾ 2 ദിവസം ഇരുട്ടത്തിരിക്കണോ? ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇങ്ങനൊരു ഇടിയും മഴയും അവൾക്ക് ആദ്യത്തെ അനുഭവം ആയതുകൊണ്ടാവാം വൈശാഖി അവൻ പറഞ്ഞത് കേട്ട് കണ്ണു മിഴിച്ചത്. പിന്നല്ലാതെ 2 ദിവസത്തെ റെഡ് അലർട്ടല്ലേ, അപ്പോൾ സ്വാഭാവികമായും കറണ്ട് ഉണ്ടാവില്ല. പതിവ് ഗൗരവം ഉണ്ടെങ്കിലും വൈശാഖിയോടുള്ള അവൻ്റെ സംസാര രീതിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് രാത്രി ഇരുട്ടത്തിരിക്കാൻ പേടിയാ, അവൾ ചാടി കയറി പറഞ്ഞു. ഇരുട്ടത്തിരിക്കുന്ന നീ എന്തായാലും ഒറ്റയ്ക്കാരില്ലല്ലോ. അലസമായി അത്രയും പറഞ്ഞിട്ട് മഹാദേവൻ ദോശ ചുട്ടുകൊണ്ടിരുന്നു. ഒരു ഇൻവേർട്ടർ വീട്ടിൽ വാങ്ങി വയ്ക്കുക എന്ന് പറയുവാനായി വായ തുറന്നവൾ അവൻ്റെ ആ ചോദ്യം കേട്ട് പിന്നീട് വേണ്ടാന്ന് വെച്ചു എന്നതാണ് സത്യം. കൈ കഴുകിയിട്ട് വാ, ലൈറ്റ് ഓഫ് ആകുന്നതിന് മുമ്പ് കഴിച്ചേക്കാം. ഉണ്ടാക്കിയതെല്ലാം എടുത്ത് വൈശാഖിയുടെ മുൻപിലായി കിടക്കുന്ന ചെറിയ ടേബിളിന് മുകളിലേക്ക് വെച്ചിട്ട് ചെക്കൻ പറഞ്ഞു. ഒരു വാതിലിനപ്പുറം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്ന ഡൈനിങ് റൂം വരെ പോയി കൈ കഴുകാൻ പേടിയായതുകൊണ്ട് തന്നെ അവൾ കിച്ചണിലെ പൈപ്പിൽ തന്നെ കൈ കഴുകി. എന്നിട്ട് വീണ്ടും ഇരുന്നിടത്ത് തന്നെ ചെന്നിരുന്നു. രാവിലെ വെച്ച സാമ്പാറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത് ചൂടാക്കിയെടുത്തു മഹാദേവൻ. നിനക്കെന്താ 2-ൽ കൂടുതൽ ഇറങ്ങില്ലേ? പതിവായി എടുക്കുന്നത് പോലെ തന്നെ 2 ദോശയെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചവളുടെ പാത്രത്തിലേക്ക് ഒരെണ്ണം കൂടി എടുത്തിട്ട് കൊടുത്തവൻ. അവനിലെ മാറ്റങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടു പോയവൻ ഒന്നും മിണ്ടിയില്ല. ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഇരുന്ന് മുഴുവനായും കഴിച്ചു തീർത്തു. മഹാദേവൻ തന്നെയാണ് പാത്രങ്ങൾ കഴുകി വെച്ചതും. എല്ലാം കഴിഞ്ഞ് വാതിലുകളെല്ലാം കുറ്റിയിട്ടതിന് ശേഷമാണ് ദേവൻ തൻ്റെ മുറിയിലേക്ക് നടന്നത്. അതിനു പിന്നാലെ വൈശാഖിയും നടന്നു. നിനക്കുറക്കം വരുന്നുണ്ടോ? മുറിയിലേക്ക് കയറിയതും അവൻ പെട്ടെന്ന് ചോദിച്ചു. പകല് മുഴുവൻ കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ വൈശാഖിക്ക് അപ്പോൾ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇരുന്നിട്ടൊന്നും ചെയ്യാനില്ല, നല്ല മഴ ഇടിയുക, കയറി കിടന്നോ. പുറത്തെ ഇരുട്ടിലെ ഇടിയും മഴയും കാറ്റും കണ്ട് അവൻ മുൻകൂട്ടി പറഞ്ഞു. എനിക്ക് ബാത്റൂമിൽ പോകണം. വൈശാഖി പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. പോയി വാ. കയ്യിലിരിക്കുന്ന എമർജൻസി ലാമ്പെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ചെക്കൻ പോവാൻ പറഞ്ഞ് അവളോട് ആംഗ്യം കാട്ടി. അവൾ ആ കത്തുന്ന ലാമ്പ് ദേവൻ്റെ കയ്യിലേക്ക് വാങ്ങി. എന്നിട്ട് മെല്ലെ ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി കുറ്റിയിട്ടു. കുറേ നേരം കഴിഞ്ഞതും ബാത്റൂമിനകത്തു നിന്നും വൈശുവിന് ഉച്ചത്തിലുള്ള കാറിച്ച കേട്ടതുകൊണ്ടാവാം മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ബെഡ് കുടഞ്ഞു വിരിച്ചുകൊണ്ടിരുന്ന മഹാദേവൻ അതവിടെ ഇട്ടിട്ട് ആദിയോടെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. വൈശാഖി, എന്താടി? അടഞ്ഞു കിടക്കുന്ന വാതിലിൽ അവൻ ആശങ്കയോടെ കൊട്ടിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ അകത്തു നിന്നും വീണ്ടും കരച്ചിൽ കേട്ടതല്ലാതെ മറുപടി ഒന്നും ഉണ്ടായില്ല. വൈശാഖി മോളെ, എന്താടി? മഹാദേവന് പേടി കൊണ്ട് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ഇരുട്ടാ ഇവിടെ. ഇത്തവണ വൈശാഖി കരച്ചിലോടെ വിളിച്ചു പറഞ്ഞു. ലൈറ്റ് എന്തിയേടി? അവൻ വീണ്ടും ചോദിച്ചു. അത് നിന്നുപോയി. പെണ്ണിൻ്റെ നിലവിളി വീണ്ടും കേട്ടവൻ. നീ ഈ വാതിലൊന്ന് തുറന്നേ, വന്നേ. പേടി കിട്ടി അവൾക്ക് പാനിക് അറ്റാക്ക് വരുമോ എന്ന് മഹാദേവൻ അപ്പോൾ പേടിച്ചിരുന്നു. വരുവാ. അകത്തു നിന്ന് മേങ്ങലടിച്ചുകൊണ്ട് വൈശാഖി പറയുന്നത് കേട്ടെങ്കിലും മഹാദേവന് സമാധാനം വന്നില്ല. അവളെ എത്രയും പെട്ടെന്നൊന്ന് കാണണമെന്ന് മാത്രമേ
ആ നേരം അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ വാതിലിൽ തുടരെ തുടരെ കൊട്ടിക്കൊണ്ടേയിരുന്നു. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞതും ഡോർ അകത്തു നിന്നും തുറക്കപ്പെട്ടു. പക്ഷേ കാറ്റുപോലെ ഓടി വന്നു പെണ്ണ് അവൻ്റെ നെഞ്ചിലേക്ക് വീണപ്പോഴാണ് വൈശാഖി പുറത്തേക്ക് വന്നെന്നുള്ള കാര്യം പോലും മഹാദേവന് മനസ്സിലായത്. ഏയ്, ഒന്നുമില്ലടി. ആ പെണ്ണിനെ ഇറുക്ക ചേർത്ത് പിടിക്കുമ്പോൾ അവളുടെ പുറത്ത് തട്ടിക്കൊടുക്കാനും അവൻ മറന്നില്ല. ലൈറ്റ് ഓഫായി. ഇരുട്ട്, എനിക്ക് പേടിയോ സാർ. വിറയ്ക്കുന്ന ദേഹത്തോടെ തൻ്റെ ചൂടിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്നവളെ അവൻ അമർത്തി കെട്ടിപ്പിടിച്ചു. കട്ടിലിന് മുകളിൽ കിടക്കുന്ന മൊബൈൽ ഫോണിൽ നിന്നും വരുന്ന വെളിച്ചത്തിൽ മുറിയിൽ അരണ്ട വെളിച്ചം പടർന്നിരുന്നു. കുറച്ച് നിമിഷങ്ങൾ അവരങ്ങനെ തന്നെ നിന്നു. അവൾ ഒരുവിധം ഓക്കെ ആയെന്ന് തോന്നിയപ്പോഴാണ് ദേവൻ പിന്നീട് തൻ്റെ കൈ അയച്ചതും. പേടി പോയോ? ഒരു മുയൽ കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചോരം കിടക്കുന്ന ആ പെണ്ണിനെ നോക്കി അവൻ മെല്ലെ അവളുടെ കാതോരം തിരക്കി. തൻ്റെ ഉള്ളിലുള്ള പ്രണയം പൊട്ടിപ്പോകുമോ എന്ന് പോലും അവൻ ആ നേരം ഭയപ്പെട്ടിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ നെഞ്ചോരം മുഖം പൂഴ്ത്തി നിന്നവൾ പതിയെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി, നാണത്തോടെ, പ്രണയത്തോടെ. ആ നോട്ടം കണ്ടതും അവൻ അവളെ ഇറുക്കെ പൊട്ടിക്കാനുള്ള ഇഷ്ടം തോന്നിപ്പോയി. ആ സമയം ഒരു ബണ്ണിയെപ്പോലുണ്ട് ഇപ്പം നിന്നെ കണ്ടാൽ. സ്വെറ്റർ ഹുഡിയുടെ ഇരുവശത്തായി കാണുന്ന നീണ്ട മുയൽ ചെവിയിലൊന്ന് വലിച്ചു വിട്ടിട്ട് അവൻ ചിരിച്ചു. വൈശാഖിക്ക് പെട്ടെന്ന് നാണം വന്നു. അവൾ പെട്ടെന്ന് തലകുനിച്ചു കളഞ്ഞു. അവനവളുടെ നാണം കൗതുകത്തോടെ നോക്കി നിന്നു. സ്വയം അറിയാതെ തന്നെ മഹാദേവനിൽ വന്ന മാറ്റം. നിന്റെ പേടി മാറിയിരുന്നെങ്കിൽ കിടക്കായിരുന്നു. ഇനിയും ഇങ്ങനെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിന്ന സ്വന്തം മനസ്സിൻ്റെ അനാവശ്യമായ ചിന്തകളെ തടയിട്ട് വയ്ക്കാൻ പറ്റില്ലെന്ന് ഉറപ്പായതും മഹാദേവൻ ഒടുവിൽ ചോദിച്ചുപോയി. ഇടത്തെ കൈകൊണ്ട് അവളെ അതേപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വലം കൈയാൽ ബാത്റൂമിൻ്റെ ഡോർ പുറത്തുനിന്ന് അടച്ചുപൂട്ടി. കിടക്കാം. പക്ഷേ മഹാദേവനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് അവൾ അവനിൽ നിന്ന് അകന്നു മാറാതെ തന്നെയാണ് അവനുള്ള മറുപടി കൊടുത്തത്. എങ്കിൽ പോകാം. അവൻ്റെ ഹൃദയം അപ്പോഴേക്കും ഉച്ചത്തിൽ മിടിക്കുവാനായി തുടങ്ങിയിരുന്നു. സമ്മതം മൂളിയിട്ടും ഇനി അകന്നു മാറാതെ നിൽക്കുന്നവളെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവനു ഇരു കൈകൾ കൊണ്ടും കെട്ടിപ്പിടിച്ചുപോയി. പെട്ടെന്നാണ് മൊബൈലിൻ്റെ വെട്ടവും നിന്നുപോയത്. ഇരുട്ട് കണ്ടാൽ പേടിക്കുന്നവൾ ഇത്തവണ അലറിയില്ല, നിലവിളിച്ചില്ല, ഏങ്ങിക്കരഞ്ഞില്ല. അവൻ്റെ നെഞ്ചിലെ ചൂടും പറ്റി അവൻ്റെ കഴുത്തിടുക്കിൽ താടിത്തുമ്പ് കുത്തി നിന്നു. അകന്നു മാറുവാൻ ഇഷ്ടമില്ലാത്തതുപോലെ. വൈശാഖി. പെണ്ണിൻ്റെ ചൂട് നിശ്വാസങ്ങൾ കഴുത്തിൽ തട്ടുവാനായി തുടങ്ങിയപ്പോഴാണ് ഇനിയും പിടിച്ചു നിൽക്കുവാൻ തന്നെ കൊണ്ട് ഒട്ടും പറ്റില്ലെന്നുള്ള കാര്യം മഹാദേവനും മനസ്സിലായത് തന്നെ. സർ. വല്ലാത്തൊരു ശബ്ദത്തിൽ അവൾ വിളി കേട്ടു. പുറത്തെ തണുപ്പിൽ പ്രണയത്തിൻ്റെ ചൂട് അവരുടെ മനസ്സുകളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അത് ശരീരത്തിലേക്ക് കൂടി വ്യാപിക്കുവാനായി ആരുടെയെങ്കിലും ഒരനക്കം മാത്രം മതിയായിരുന്നു താനും. പൊടുന്നനെ ഒരു മിന്നൽ മുറിയിലേക്ക് അടിച്ചു കയറി. വൈശാഖിയുടെ ശരീരം അവനിലേക്ക് ഒന്നും കൂടി അമർന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യാത്തതുപോലെ മഹാദേവൻ്റെ ഇരു കൈകളും പെണ്ണിൻ്റെ ഇടുപ്പിൽ മുറുകി. അവൾ ഒന്നും കൂടി ഏങ്ങിപ്പോയിരുന്നു ആ നേരം. മഹാദേവൻ അവളെ പൊടുന്നനെ മുറിയുടെ ചുവരിലേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് ആ പെണ്ണിൻ്റെ ശരീരത്തിലേക്ക് പാതി അമർന്നു നിന്നു. സർ. വൈശാഖിയുടെ ഹൃദയമിടി പുച്ഛത്തിലായി. അവളുടെ ശ്വാസം നിലച്ചു. ചുവരിലേക്ക് തലയുടെ പിൻഭാഗം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അവൾ മുഖം അല്പം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു, അവനെ കൊതിക്കുന്നത് പോലെ. വൈശാഖി. തൻ്റെ ഇടം കൈപ്പത്തി പെണ്ണിൻ്റെ കഴുത്തിൽ ചുറ്റി വെച്ചിട്ട് അവൻ വലം കൈ കൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ചമർത്തി കളഞ്ഞു. ഒരേങ്ങലോടെ വൈശു മുകളിലേക്ക് ഒന്നുയർന്നു പോയി. അവളുടെ ആ വിശ്വമായ രീതിയിലുള്ള ഏങ്ങലിൻ്റെ ഒച്ച മതിയായിരുന്നു അവനിലെ തീയെ ആളിക്കത്തിക്കാൻ വേണ്ടി. ഗ്ലാസ് ജനലിൽ കൂടി മുറിയിലേക്ക് ഇടതടവില്ലാതെ കയറിക്കൊണ്ടിരിക്കുന്ന മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു വല്ലാത്തൊരു ഭാവത്തിൽ തനിക്ക് മുൻപിലായി നിൽക്കുന്ന വൈശാഖിയെ. അവളുടെ കണ്ണുകൾ കൂമ്പിയിട്ടുണ്ട്, ചൊടികൾ അല്പം വിടർത്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല
തനിക്കെന്ന വണ്ണം താടിത്തുമ്പ് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പെണ്ണിൻ്റെ നിൽപ്പ് പോലും. പെണ്ണും പ്രകൃതിയും ഒരുപോലെ കൊതിക്കുകയാണ്. അവനിലെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോകുവാൻ വൈശാഖിയുടെ ആ നിൽപ്പ് തന്നെ മതിയായിരുന്നു.